നദികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഗംഗാനദി. എല്ലാവരും ഭക്തിയോടെയും ആരാധനയോടെയും ഒക്കെ കാണുന്ന ഒരു ബൃഹത്തായ നദിയാണ് ഗംഗാനദി. ഗംഗാനദിയിൽ കുളിച്ച ചെയ്ത പാപങ്ങളെല്ലാം ആ ഗംഗാനദിയിൽ തന്നെ ഒഴുകിക്കളയാം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ പാപനാശിനി എന്നും ഈ നദി അറിയപ്പെടുന്നു. ഹിമാലയത്തിൽ നിന്നുത്ഭവിച്ച് ബംഗാൾ ഉൾക്കടൽ വരെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകുന്ന ഒരു വൻ നദിയാണ് ഗംഗാനദി. വിഷ്ണുപാതി, ജാൻവി, മന്ദാകിനി, ഭാഗീരഥി, പാപനാശിനി എന്നീ പേരിലും ഗംഗാനദി അറിയപ്പെടുന്നു. ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ എന്ന പേര് മാറി പത്മ എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗാജലത്തിന് ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനും ശക്തിയുണ്ടെന്നാണ് ഭാരതീയരുടെ, പ്രത്യേകിച്ച് ഹിന്ദു, ബുദ്ധ, ജൈവ, സിഖ് ഭക്തരുടെ വിശ്വാസം. ഏറ്റവും നീളം കൂടിയ നദികളുടെ പട്ടികയിൽ ഏഷ്യയിൽ 15-ാമതും ലോകത്തിൽ 39-ാമതും സ്ഥാനത്താണ് ഗംഗാനദിക്കുള്ളത്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ. ഗംഗാനദിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും ചരിത്രത്തിലുണ്ട്. കപില മഹർഷിയുടെ കോപത്തിനിരയായ സൂര്യവംശത്തിലെ സകരപുത്രന്മാർക്ക് മരണശേഷം മോക്ഷം അപ്രാപ്യമായിരുന്നു. സൂര്യവംശത്തിൽ പിറന്ന ഭഗീരഥൻ എന്ന രാജാവ് ശിവനെ തപസ് ചെയ്യുകയും ശിവന്റെ സഹായത്താൽ സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലെത്തിക്കുകയും ഗംഗാജലത്തിന്റെ സാമീപ്യത്തിൽ പിതാമഹന്മാർക്ക് മോക്ഷം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇങ്ങനെ പല ഐതിഹ്യങ്ങളും ഗംഗാനദിയെക്കുറിച്ച് ഉണ്ട്. ഗംഗാനദി ഹിമാലയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ യൂറേഷ്യയിൽ ഇടിച്ചതിൻ്റെ ഫലമായി ഹിമാലയം ഉണ്ടായപ്പോൾ ദേശത്തെ നദിയായ ഗംഗയുടെ ഭാഗങ്ങൾ ഹിമാലയ ഭാഗങ്ങളിൽ ഉൾപ്പെട്ടു എന്നും ഭൂമശാസ്ത്രജ്ഞൻ കരുതുന്നു. പിന്നീട് ഹിമാലയത്തിലെ തണുത്ത മഞ്ഞുപാളികൾ ഉരുകി ഗംഗയ്ക്ക് ശക്തി കൂടി എന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന സ്ഥലത്തു നിന്നാണ് ഗംഗയുടെ ഉത്ഭവം. ഈ പ്രദേശം ഗംഗോത്രി എന്ന പേരിലും ഇപ്പോൾ അറിയപ്പെടുന്നു. ഇവിടെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ഗൗളി ഗംഗ, പിണ്ടർ ഈ 5 മലയൊഴുക്കുകൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ടവ ഭാഗീരഥിയും അളകനന്ദയുമാണ്. ഉത്തരാകാശിയിൽ ഗംഗോത്രിക്ക് തെക്കുള്ള ഹിമഗുഹയായ ഗോമുഖിൽ നിന്നാണ് ഭാഗീരഥിയുടെ ഉത്ഭവം. നന്ദാദേവി കൊടുമുടിയിൽ നിന്നുള്ള ഹിമനദിയിൽ നിന്നും അളകനന്ദ ഉത്ഭവിക്കുന്നു. ഉദ്ഭവ സ്ഥലം മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ 2500 കിലോമീറ്ററാണ് ഗംഗാനദിയുടെ നീളം. ഭാരതീയർ പുണ്യനദിയായി കാണുന്ന ഗംഗ ഇന്ന് ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഒരു നദികളിലൊന്നാണ്. ഡൽഹി, ആഗ്ര, കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിലെ വ്യവസായശാലകളാണ് മലിനീകരണത്തിൽ പ്രധാന പങ്കും വഹിക്കുന്നത്. പ്രദേശവാസികൾ പ്രാഥമിക കർമ്മങ്ങൾ മുതൽ മരണാനന്തര കർമ്മങ്ങൾ വരെ ഗംഗാനദിയിൽ ചെയ്യുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിൽ രാസവസ്തുക്കളും രോഗാണുക്കളും എല്ലാമുള്ള നദിയായി ഗംഗ മാറിയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.